ഇന്ന് ആരംഭിക്കുന്ന റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ദേശീയ കൺവെൻഷനിൽ ഡൊണാൾഡ് ട്രംപ് പങ്കെടുക്കും. ട്രംപിന്റെ തെരഞ്ഞെടുപ്പ് റാലിയിലുണ്ടായ സുരക്ഷാ വീഴ്ചയെക്കുറിച്ച് സ്വതന്ത്ര അവലോകനം നടത്താൻ US പ്രസിഡന്റ് ജോ ബൈഡൻ ഉത്തരവിട്ടു. മധു കൊട്ടാരക്കര ചേരുന്നുണ്ട് വിവരങ്ങളുമായി. മധു, ഗുഡ് മോർണിംഗ്. ഇന്നലെ നമ്മൾ കണ്ടതാണ് കാര്യം. ഈ വെടിയുണ്ട ഇങ്ങനെ കടന്നു പോയി കഴിഞ്ഞിട്ടും വളരെ ശക്തനായ ആവേശത്തോടു കൂടിയാണ് ട്രംപ് ഉയർന്നു നിന്നിട്ട് വീണ്ടും നമ്മൾ ജയിക്കും എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അത് ഈ തെരഞ്ഞെടുപ്പിൽ അത് ട്രംപിന് അനുകൂലമായി തന്നെ വരും. അല്ലെങ്കിൽ തന്നെ ഈ ബൈഡനെതിരായ സ്വന്തം പാർട്ടിക്കുള്ളിൽ തന്നെയുള്ള പ്രശ്നങ്ങൾ അനുകൂലമായി തന്നെയാണ് ട്രംപ് കണക്കാക്കുന്നത്. ഇന്നിപ്പോൾ അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് തിരികെ എത്തുകയാണോ? ഗുഡ് മോർണിംഗ് സ്മിത. സ്മിത പറഞ്ഞതുപോലെ ഈ പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പിൽ ഒരു നിർണായക സംഭവമായിട്ട് ഇത് മാറും. ഈ ട്രംപിനെതിരെ നടന്ന വധശ്രമം ഇന്ന് പുലർച്ചെ, അമേരിക്കയിലെ പുലർച്ചെ ന്യൂജേഴ്സിയിൽ ഡൊണാൾഡ് ട്രംപ് എത്തിയതിനു ശേഷം ഉച്ചയ്ക്ക് ശേഷം വിസ്കോൺസിലെ മിൽവോക്കിൽ നടക്കുന്ന റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ദേശീയ കൺവെൻഷനിൽ പങ്കെടുക്കാനായിട്ടാണ് പോയിരിക്കുന്നത്. ന്യൂജേഴ്സിയിൽ ട്രംപിനോടൊപ്പം മകൾ ഇവാൻക ട്രംപും ഉണ്ടായിരുന്നു. ഈ റിപ്പബ്ലിക്കൻ കൺവെൻഷനിൽ വെച്ചായിരിക്കും ഡൊണാൾഡ് ട്രംപിനെ പാർട്ടിയുടെ ഔദ്യോഗിക പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിക്കുക. 2 ദിവസത്തിന് ശേഷം കൺവെൻഷന് പോയാൽ മതിയെന്നായിരുന്നു ഈ ഇന്നലത്തെ വധശ്രമത്തിന് ശേഷം ഡൊണാൾഡ് ട്രംപ് ആദ്യം തീരുമാനിച്ചതെങ്കിലും ഒരു കൊലയാളിക്ക് തന്റെ സ്കെഡ്യൂൾ മാറ്റാൻ ഒരിക്കലും അവസരം നൽകരുത്, അതുകൊണ്ടാണ് ഇന്ന് തന്നെ പോകുന്നതെന്ന് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. ട്രംപ് തന്റെ വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയെ ഇന്നലത്തെ റാലിയിലായിരുന്നു പ്രഖ്യാപിക്കാനിരുന്നത്. അതുകൊണ്ട് അത് ഈ കൺവെൻഷനിൽ പ്രഖ്യാപിക്കും. അതേസമയം ഈ ഡൊണാൾഡ് ട്രംപിന്റെ റാലിയിൽ നടന്ന സുരക്ഷാ വീഴ്ചയെക്കുറിച്ച് ഒരു സ്വതന്ത്ര അവലോകനം നടത്തുവാൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഉത്തരവിട്ടിട്ടുണ്ട്. മറ്റ് അന്വേഷണങ്ങൾ, FBI ഉൾപ്പെടെയുള്ള ഏജൻസികളുടെ അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട്. ഇത് കൂടാതുള്ള ഒരു റിപ്പോർട്ടാണ്. ഈ റിപ്പോർട്ട് ലഭിച്ചാൽ അത് അമേരിക്കൻ ജനതയുമായി പങ്കുവെക്കുമെന്നും ബൈഡൻ പറഞ്ഞു. അതുപോലെ കൊലയാളിയുടെ ഉദ്ദേശത്തെപ്പറ്റി ആർക്കും ഇതുവരെയും അറിയില്ലെന്നും ബൈഡൻ പറയുകയും ചെയ്തിട്ടുണ്ട്. ട്രംപിന് നേരെ നടന്ന ഈ വധശ്രമത്തെക്കുറിച്ച് FBI അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ആഭ്യന്തര തീവ്രവാദ ശ്രമമായിട്ട് കണക്കാക്കിയായിരിക്കും FBI ഈ അന്വേഷണം. ട്രംപിന് നേരെ വെടിയുതിർത്ത ഈ 20 വയസ്സുകാരൻ തോമസ് മാത്യു ക്രൂക്സ് ഏതെങ്കിലും ഒരു വലിയ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഇത് ചെയ്തതെന്ന് കരുതുന്നില്ലെന്നാണ് പ്രാഥമിക നിഗമനമെന്ന് FBI പറഞ്ഞിരിക്കുന്നത്. സ്മിത, ശരി, ഏതായാലും ഇതിൽ അന്വേഷണം തുടരുകയാണ്. മധു കൊട്ടാരക്കരയാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.